SSC-GD നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുകയാണ്. വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് നിങ്ങളെ അറിയിക്കാനായിട്ടുള്ളത്. ഏകദേശം 25,000-ഓളം വേക്കൻസിക്കാണ് SSC-GD നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നത്. അപ്പൊ ദിശ അക്കാദമിയുടെ ക്ലാസ്സുകൾ കാണുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടെന്ന് അറിയാം. കാരണം നിങ്ങൾക്കറിയാം 2019 മുതൽ SSC-GD എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ദിശ അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്ന SSC-GD ക്ലാസ്സുകൾ കാത്തിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് കൃത്യമായ ഒരു അനാലിസിസ് ഞാൻ പറഞ്ഞുതരാം. SSC-GD എക്സാംസ് കാത്തിരിക്കുന്നവർക്ക് ഏറ്റവും സന്തോഷമുള്ള വാർത്തയാണ് SSC-GD നോട്ടിഫിക്കേഷൻസ് വന്നു എന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. എല്ലാവരും ഈ വീഡിയോ ആദ്യം മുതൽ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. എന്താണ് മക്കളെ, നിങ്ങൾ നോക്കൂ, നമ്മുടെ പോസ്റ്റിന്റെ പ്രത്യേകത BSF, CASF, CRPF, SSB, ITBP, AR, SSF, NCB ഈ പോസ്റ്റുകളിലേക്കൊക്കെയാണ് കോൺസ്റ്റബിൾ, അതായത് കേന്ദ്ര സേനകളിലേക്കുള്ള അവസരമാണ്. കേന്ദ്ര സേനകളാണ്. ഓർക്കുക, 25,487 വേക്കൻസീസ് ആണ് നമുക്ക് വിളിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ ആലോചിക്കുക, ഇതിന് ഡിസംബർ 1-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നത് 31-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് പുതിയ വർഷത്തിൽ തന്നെ, അതായത് ലാസ്റ്റ് 2025 ആളുകൾക്കുള്ള സെലക്ഷന്റെ ടൈമായി. നമ്മുടെ അക്കാഡമിയിലെ ഒരുപാട് വിദ്യാർത്ഥികൾ GD എക്സാംസ് ക്ലിയർ ചെയ്ത് അവർ ജോലിക്ക് കയറാനായിട്ട് പോവാ. അതിന് മുമ്പുള്ള വർഷത്തെ ആളുകൾ ഓരോ സർവീസുകളിലേക്ക്, ഡൽഹി മെട്രോയിലേക്ക് പ്ലേസ് ചെയ്തവരുണ്ട്, അഹമ്മദാബാദ് എയർപോർട്ടുകളിലേക്ക് പ്ലേസ് ചെയ്തവരുണ്ട്. അങ്ങനെ പല പല എയർപോർട്ടുകളിലും അതുപോലെ തന്നെ സർവീസുകൾ, ഈ മെട്രോ കേന്ദ്ര സേനകളിൽ വരുന്ന പല പല സർവീസുകളിലേക്ക് പ്രവേശിച്ച വിദ്യാർത്ഥികളുണ്ട്. അപ്പോ എനിക്ക് സന്തോഷത്തോടെ നിങ്ങളോട് പറയാനുള്ളത്, ഈ വർഷം തന്നെ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് SSC-GD 2026. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം അതാണ്. ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഒരു ജോലിക്ക് കിട്ടണം, അല്ലെങ്കിൽ ജോലിക്ക് കയറണം, അല്ലെങ്കിൽ ഈ പറയുന്ന SSC-GD ഒരു കേന്ദ്ര സേനയിലെ ഒരു യൂണിഫോം പോസ്റ്റിലേക്ക് കയറണമെങ്കിൽ ദിശ അക്കാദമി നിങ്ങളോടൊപ്പമുണ്ട്. ദിശ അതിനുവേണ്ടി ഒരു ആർമി ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർമി ചാനൽ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോ എന്താണ് ഇതിനകത്ത് വരുന്നത്? ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ട്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നുണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നുണ്ട്. നോക്കുമക്കളെ, നല്ല സാലറി പാക്കേജ് വരുന്നത് ഏകദേശം ഒരു 70,000-ഓളം സാലറി പാക്കേജ് വരുന്ന പോസ്റ്റാണ്. SSC.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ സൈറ്റിലൂടെ നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ജനറൽ ആയിട്ടുള്ള ഐഡിയ ഞാൻ പറഞ്ഞ്, 1-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നു, 31-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഏതൊക്കെ പോസ്റ്റുകളാണ് വരുന്നതെന്ന് പറഞ്ഞു ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങളെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഇതാണ് ആദ്യം എനിക്ക് പറഞ്ഞു തരാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകൾ മനസ്സിലാക്കുക. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് അറിയാം, എന്ന് വരെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാം, 31-ാം തീയതി വരെ. അപ്പൊ ഒരുപാട് ദിവസം ഒന്നും കാത്തിരിക്കണം. 4-5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാമിന് അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോളൂ. ഇതിന്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഏകദേശം എക്സാം വരുന്ന ടൈം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ ഒരു 4 മാസത്തെ സമയമാണ് നമുക്ക് ഈ എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ദിശയുടെ എല്ലാ ഓഫ്ലൈൻ ബ്രാഞ്ചുകളിലും ഡിസംബർ മാസം, അതായത് ഈ മാസം മുതൽ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. SSC-GD എക്സാമുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് എവിടേക്കാ? ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കൊല്ലം, തൃശൂർ, കോഴിക്കോട് അക്കാദമികളിൽ ഈ എക്സാമുകളെ ഫോക്കസ് ചെയ്തിട്ടുള്ള സെപ്പറേറ്റ് ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ദിശയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടും. ഇനി കേരളത്തിനകത്തോ പുറത്തോ ഒക്കെ ഓൺലൈനായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ദിശ ഓൺലൈൻ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ യൂട്യൂബിൽ കാണുന്ന ദിശയുടെ നമ്പറിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ ഒരു 4 മാസത്തെ സമയം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദിശ അക്കാദമി 100% ഉറപ്പ് തരാൻ തയ്യാറാണ്. നിങ്ങളെ എക്സാം ക്വാളിഫൈ ചെയ്യാൻ, നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ എക്സാം ക്വാളിഫൈ ചെയ്യിപ്പിക്കാൻ ദിശ അക്കാദമിക്ക് സാധിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഡേറ്റുകൾ മനസ്സിലായല്ലോ. ഏതൊക്കെയാ മക്കളെ പോസ്റ്റുകൾ? നമ്മുടെ BSF-ലേക്ക് കയറണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. CASF, എയർപോർട്ട് സെക്യൂരിറ്റി, CRPF, ITBP, SSB, SSF പോലെയുള്ള പോസ്റ്റുകളിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ആസാം റൈഫിളിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. മൈൻഡിൽ ഒരു തീരുമാനം എടുക്കുക. എന്ന റേഞ്ചിലുള്ള ആളുകൾക്ക് ജോലിക്ക് കയറാൻ കിടിലമായിട്ടുള്ള പോസ്റ്റാണ് കേന്ദ്ര സേന എന്ന് പറയുന്നത്. അതിന്റെ റീസണിങ് ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത്. അതുൽ സാറാണ് നിങ്ങൾക്ക് മാത്സ് എടുത്തു തരുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്ന പോസ്റ്റാണ്. ഇതിന്റെ വേക്കൻസി ലിസ്റ്റ് നോക്കൂ. ഏകദേശം ഓരോ പോസ്റ്റുകളിലേക്ക് നോക്കൂ. CASF-ലേക്കാണ് 14,595. ഇത്രയും വേക്കൻസി CASF-ലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. CRPF-ലേക്ക് 5,490. പിന്നെ അങ്ങോട്ടുണ്ട് എല്ലാ സർവീസുകളിലേക്കും വേക്കൻസി ഉണ്ട്. അങ്ങനെ
ടോട്ടൽ 25,487 വേക്കൻസിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിൽ നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള വേക്കൻസി ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കണം. എന്താ 23,467 വേക്കൻസിയാണ് ബോയ്സിനുള്ളത്. അതിൽ UR വേക്കൻസി ഉണ്ട്, SC സെപ്പറേറ്റ് ഉണ്ട്, ST ഉണ്ട്, OBC ഉണ്ട്, EWS ഉണ്ട്. ഇങ്ങനെ സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ടാണ് അവർ തന്നിരിക്കുന്നത്. അപ്പൊ 23,467 വേക്കൻസി ആർക്കുണ്ട്? പുരുഷന്മാർക്കുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് 2020 വേക്കൻസി ഉണ്ട്. അപ്പൊ UR വേക്കൻസി, SC വേക്കൻസി, ST വേക്കൻസി, OBC വേക്കൻസി ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തമ്മിലുണ്ട്. 2020 വേക്കൻസി നമുക്ക് എന്തിനുണ്ട്? നമ്മുടെ വുമൻ കാറ്റഗറി ആളുകൾക്ക്, ഫീമെയിൽ കാറ്റഗറി ആളുകൾക്കുണ്ട്. അപ്പൊ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഏജ് റിലാക്സേഷൻ ഒരുപാട് പേര് ചോദിക്കുന്ന മറ്റുമക്കളെ OBC-കാർക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ് എന്ത് ചെയ്യുന്നത്? ജനറൽ UR കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് വരുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/1/2026 വെച്ചിട്ടാണ് ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 23 വയസ്സ് കഴിഞ്ഞ് പോകാൻ പാടില്ല. അവർ കാര്യം ശ്രദ്ധിക്കുക. OBC 3 വർഷത്തെ റിലാക്സേഷൻ, SC ആളുകളാണെങ്കിൽ 5 വർഷത്തെ. അപ്പൊ 28 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇത് 26 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അങ്ങനെ കുറെ ഡിസബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടെ വരുന്ന കുറെ കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ പ്രധാനമായിട്ടും OBC, SC, ST കാറ്റഗറി എന്ന് പറയുന്നത് 3 ഇയർ 5 ഇയർ റിലാക്സേഷൻസ് ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. UR ആണെങ്കിൽ 18 to 23. അപ്പൊ ഏജ് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇനി അതേപോലെ തന്നെ എന്താണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീ? മക്കളെ, മെയിൽ കാറ്റഗറി ആളുകൾക്ക് 100 രൂപയും, വുമണിനാണെങ്കിൽ എന്താണ്? ഫ്രീ ആണ്. ഫീമെയിൽ കാറ്റഗറി ആളുകൾക്ക് ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ്. അത് മനസ്സിലായല്ലോ. ഇനി എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? പലപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ്. ഇതിന്റെ കൃത്യമായ പ്ലേലിസ്റ്റ് 2019, 2020, 21, 22, 23 ഓരോ വർഷങ്ങളിലെയും പ്ലേലിസ്റ്റ് നമ്മുടെ മെയിൻ ചാനലിലും ആർമി ചാനലിലും കൃത്യമായിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ദിശയുടെ നമ്പർ ഉണ്ട് 8078. ദിശയുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരികയാണ് കേട്ടോ. ഈ നമ്പർ നിങ്ങൾ വിളിക്കുക 8078340936. ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചോ. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് തരും. 368078340936 എന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോ. നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളെ കുറിച്ചുള്ള ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ നിങ്ങൾ നോക്കൂ. റീസണിംഗ് ഉണ്ട് മക്കളെ, അതുപോലെ ജനറൽ അവയർനെസ് ഉണ്ട്, മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. 20 ക്വസ്റ്റ്യൻസ് റീസണിംഗിൽ നിന്നും 40 മാർക്സ് ആണ് വരുന്നത്. അതുപോലെ 20 ക്വസ്റ്റ്യൻസ് ആണ് ജനറൽ അവയർനെസ്സിൽ വരുന്നത്. അവിടെ നിന്ന് 40 മാർക്സ് ആണ് വരുന്നത്. മാത്സിൽ നിന്ന് വരുന്നത് 20 ക്വസ്റ്റ്യൻസ് ആൻഡ് 40 മാർക്സ് ആണ് വരുന്നത്. ഇംഗ്ലീഷിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ആൻഡ് 40 മാർക്സ്. അങ്ങനെ 80 ക്വസ്റ്റ്യൻസും 160 മാർക്സുമാണ് വരുന്നത്. ഇതിന്റെ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ ഒക്കെ വേണമെങ്കിൽ നമുക്ക് നടത്താം. ഇപ്പൊ ലാസ്റ്റ് ടൈം ഒക്കെ വന്നത് 60 മാർക്കൊക്കെയാണ് കട്ട് ഓഫ് വന്നത്. 60 അല്ലെങ്കിൽ 55, ഒരു 55 മുതൽ 60 മാർക്ക് വരെ കട്ട് ഓഫ് വരുന്ന എക്സാമുകളാണ് ഈ എക്സാം. എന്തുകൊണ്ടാണ്? ഫിസിക്കൽ വരുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ എന്തുണ്ട്? കട്ട് ഓഫ് കുറവുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് ലെവൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് SSC GDയുടെ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നത്, കൃത്യമായിട്ട് ഈ എക്സാമിന്റെ പാറ്റേൺ അനുസരിച്ച് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് ആരും മറന്നുപോകരുത്. 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയാണ്, ഡിസംബർ 31 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നമ്പർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഈ വർഷം തന്നെ എക്സാം ക്ലിയർ ചെയ്യാം.